ഹലോ എവരി വൺ. നമ്മൾ ഇയറിന്റെ സ്ട്രക്ചർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇയറിന് 3 പാർട്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഔട്ടർ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്നർ ഇയർ. ഇതിനകത്തിലെ ഔട്ടർ ഇയർ ആൻഡ് മിഡിൽ ഇയർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇന്നർ ഇയർ അല്ലെങ്കിൽ ആന്തരകർണത്തെ കുറിച്ചാണ് ഇല്ലേ. അതായത് ഇന്നർ ഇയർ അല്ലെങ്കിൽ ആന്തരകർണത്തിനകത്തിലുള്ള പാർട്സ് എന്ന് പറയുന്നത് സെമി സർക്കുലർ കനാൽസ് അല്ലെങ്കിൽ അർദ്ധവൃത്താകാര കുഴലുകൾ. അതായത് നമ്മളുടെ ആന്തരകർണം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തില് സെമി സർക്കുലർ കനാൽസ് അല്ലെങ്കിൽ അർദ്ധവൃത്താകാര കുഴലുകൾ എന്ന് പറയുന്നത് 3 എണ്ണം ഉണ്ടാവും. അപ്പൊ 3 സെമി സർക്കുലർ കനാൽസ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ അതിന്റെ താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു പാർട്ട് വെസ്റ്റിബ്യൂൾ. അപ്പം സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂൾ, ദെൻ കോക്ലിയ. അതായത് സ്നെയിൽ ഷെല്ലിന്റെ ആകൃതിയിൽ, അതായത് ഒച്ചിന്റെ തോട് പോലെ ഇരിക്കുന്ന ഷേപ്പിലുള്ള ഒരു പാർട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേര് കോക്ലിയ. ദെൻ അതുകൂടാതെ വെസ്റ്റിബുലാർ നെർവ് അല്ലെങ്കിൽ വെസ്റ്റിബുലാർ നാഡി, ദെൻ ഓഡിറ്ററി നെർവ് അല്ലെങ്കിൽ ശ്രവണ നാഡി തുടങ്ങിയവയാണ് ഏതിന്റെ പാർട്സ്? ഇന്നർ ഇയർ അല്ലെങ്കിൽ ആന്തരകർണത്തിന്റെ പാർട്സ്. അപ്പൊ എന്തൊക്കെയാണ് ആന്തരകർണം അല്ലെങ്കിൽ ഇന്നർ ഇയറിന്റെ പാർട്സ്? സെമി സർക്കുലർ കനാൽസ് അല്ലെങ്കിൽ അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ, വെസ്റ്റിബുലാർ നെർവ് ആൻഡ് ഓഡിറ്ററി നെർവ്. അപ്പൊ ഇതിനകത്തിലെ സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂൾ ആൻഡ് വെസ്റ്റിബുലാർ നെർവ്, ഈ 3 പാർട്സും ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദ ബോഡി ബാലൻസിങ്, അതായത് ശരീര തുലനനില പാലനത്തിന് സഹായിക്കുന്ന പാർട്സ് ആണ് സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂൾ ആൻഡ് വെസ്റ്റിബുലാർ നെർവ്. അപ്പൊ നമ്മള് ഇയറിന്റെ സ്ട്രക്ചർ പഠിക്കുന്നതിന് മുന്നേ തന്നെ പറഞ്ഞായിരുന്നു, ഇയർ അല്ലെങ്കിൽ ചെവി എന്ന് പറയുന്നത് ഹിയറിംഗിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബോഡി ബാലൻസിങ് അല്ലെങ്കിൽ ശരീര തുലനനില പാലനത്തിന് സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇങ്ങനെ ബോഡി ബാലൻസിങ് അല്ലെങ്കിൽ ശരീര തുലന പാലനത്തിന് സഹായിക്കുന്ന പാർട്സ് ആണ്, അതായത് ഇന്നർ ഇയറിന്റെ പാർട്സ് ആണ് സെമി സർക്കുലർ കനാൽസ് അല്ലെങ്കിൽ അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ ആൻഡ് വെസ്റ്റിബുലാർ നെർവ്. അപ്പൊ ഈ 3 പാർട്സും കൂടിയാണ് ബോഡി ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെയുള്ള 2 പാർട്സ് എന്ന് പറയുന്നത്, അതായത് ഈ സ്നെയിൽ ഷെല്ല് പോലെ ഇരിക്കുന്ന പാർട്ട് കോക്ലിയ അല്ലെ, ഒച്ചിന്റെ തോട് പോലെ ഇരിക്കുന്ന കോക്ലിയ, അതുപോലെ തന്നെ ഓഡിറ്ററി നെർവ് അല്ലെങ്കിൽ ശ്രവണ നാഡി, ഇത് രണ്ടും ഹിയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാർട്സ് ആണ്. അപ്പൊ ഇങ്ങനെ ഹിയറിംഗും അതുപോലെ തന്നെ ബോഡി ബാലൻസിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പാർട്സ് ആണ് ഇവിടെ ഉള്ളത് ഇന്നർ ഇയർ അല്ലെങ്കിൽ ആന്തരകർണത്തിൽ. ഏതൊക്കെയാണവ? സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂൾ, കോക്ലിയ, വെസ്റ്റിബുലാർ നെർവ്, ഓഡിറ്ററി നെർവ്. ഇതില് ബോഡി ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂള്, വെസ്റ്റിബുലാർ നെർവ്. ഇനി ഹിയറിംഗിന് ഹെൽപ്പ് ചെയ്യുന്നത് കോക്ലിയ ആൻഡ് ഓഡിറ്ററി നെർവ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് ഏതുവഴിയാണ് കടന്നു പോകുന്നത്? പിന്നെ ഓഡിറ്ററി കനാൽ, ദെൻ ടിമ്പാനത്തിൽ തട്ടുന്നു അല്ലെ. അപ്പൊ വൈബ്രേഷൻസ് ഉണ്ടാകുന്നു. ഈ വൈബ്രേഷൻസ് മിഡിൽ ഇയറിന്റെ പാർട്ടായ ഇയർ ഓസിക്കിൾസ് വഴി, ഇയർ ഓസിക്കിൾസിലുള്ള 3 ബോൺസ് ഏതൊക്കെയാണ്? മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. അപ്പൊ ഈ 3 ബോൺസിലൂടെ കടന്നു പോകും. അത് കടന്നു പോയിട്ട് എവിടേക്കാണ് കിടക്കുന്നത്? ഇന്നർ ഇയർ. ഇന്നർ ഇയർ എന്ന് പറയുമ്പോൾ ഏത് പാർട്ടാണ്? കോക്ലിയയിലേക്കാണ് വൈബ്രേഷൻസ് എത്തുന്നത്. അപ്പൊ ഈ കോക്ലിയ എന്ന് പറയുന്നത് എടുത്തിങ്ങോട്ട് വരച്ചിട്ടുണ്ട്. ഇനി ആ കോക്ലിയയുടെ പാർട്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ ഒച്ചിന്റെ തോട് പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ സ്നെയിൽ ഷെല്ല് പോലെ ഇരിക്കുന്ന ഈ കോക്ലിയെ ഒന്ന് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിൽ എന്തൊക്കെ പാർട്സ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ കോക്ലിയയ്ക്ക് 3 ചേമ്പേഴ്സ് അല്ലെങ്കിൽ 3 അറകളാണ് ഉള്ളത്. അപ്പർ ചേംബർ മുകളിലത്തെ അറ, മിഡിൽ ചേംബർ മധ്യ അറ ആൻഡ് ലോവർ ചേംബർ താഴത്തെ അറ. അപ്പൊ കോക്ലിയയ്ക്ക് എത്ര ചേംബേഴ്സ് ഉണ്ട്? 3 ചേംബേഴ്സ് ആണുള്ളത്. അപ്പർ ചേംബർ അല്ലെങ്കിൽ മുകളിലത്തെ അറ, മിഡിൽ ചേംബർ അല്ലെങ്കിൽ മധ്യ അറ, ലോവർ ചേംബർ അല്ലെങ്കിൽ താഴത്തെ അറ. ഈ മിഡിൽ ചേംബറിനെയും ലോവർ ചേംബറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു മെംബ്രെയിൻ ഉണ്ട്, ഒരു സ്ഥലമുണ്ട്. ആ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് ബേസിലാർ മെംബ്രെയിൻ അല്ലെങ്കിൽ ബേസിലാർ സ്ഥലം. അപ്പൊ എന്താണ് ബേസിലാർ മെംബ്രെയിൻ അല്ലെങ്കിൽ ബേസിലാർ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ മെംബ്രെയിൻ വിച്ച് സെപ്പറേറ്റ്സ് മിഡിൽ ചേംബർ ആൻഡ് ലോവർ ചേംബർ. അതായത് മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന മെംബ്രെയിൻ അല്ലെങ്കിൽ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ബേസിലാർ മെംബ്രെയിൻ. ഈ ബേസിലാർ മെംബ്രെയിനിലുള്ള ഒരു പാർട്ടാണ് ഓർഗൻ ഓഫ് കോർട്ടി. അപ്പൊ ഈ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത് ഇവിടെ കാണപ്പെടുന്നു, ബേസിലാർ മെംബ്രെയിനിൽ കാണപ്പെടുന്നു. ബേസിലാർ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ചേംബറിനെയും ലോവർ ചേംബറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന മെംബ്രെയിൻ ആണ് അല്ലെ. ആ മെംബ്രെയിൻ അതായത് ബേസിലാർ മെംബ്രെയിനിൽ ഉള്ള പാർട്ടാണ് ഏതെന്ന് പറയുന്നത്? ഓർഗൻ ഓഫ് കോർട്ടി. ഈ ഓർഗൻ ഓഫ് കോർട്ടിയിൽ സെൻസറി റിസപ്റ്റേഴ്സ് ഉണ്ട്, അതായത് ഹെയർ സെൽസ് ഉണ്ട്. ഈ ഹെയർ സെൽസ് അല്ലെങ്കിൽ രോമകോശങ്ങളാണ് അവിടെ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ബേസിലാർ മെംബ്രെയിനിലുള്ള ഓർഗൻ ഓഫ് കോർട്ടിയിലാണ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ശബ്ദഗ്രാഹികൾ കാണപ്പെടുന്നത്. അപ്പൊ ഈ ശബ്ദഗ്രാഹികൾ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഹെയർ സെൽസ് അല്ലെങ്കിൽ രോമകോശങ്ങളാണ്. അപ്പൊ ഇവരാണ് എന്ത് റിസീവ് ചെയ്യുന്ന? സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനത്തെ സ്വീകരിക്കുന്നത്.
ഇനി ഈ പാർട്ട് എന്ന് പറയുന്നത് കോക്ലിയയുടെ ടിപ്പാണ്, അഗ്രഭാഗമാണ്. ഇനി ഇത് കൂടാതെ കോക്ലിയയുടെ സ്റ്റാർട്ടിംഗ് പോർഷനിൽ രണ്ട് മെംബ്രെയിൻസ് ഉണ്ട്, ഓവൽ വിൻഡോ ആൻഡ് റൗണ്ട് വിൻഡോ. അതായത് നമുക്കറിയാം മിഡിൽ ഇയറിന്റെ പാർട്ട് എന്ന് പറയുന്നത് ടിംബാനം ഉണ്ടായിരുന്നു, ഇയർ ഓസിക്കിൾസ്, അതുപോലെ തന്നെ യൂസ്റ്റേഷ്യൻ കനാൽ ഇല്ലേ. അപ്പൊ ഇതിനകത്തിലെ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് ഇതുവഴിയായിരുന്നു പാസ് ചെയ്യുന്നത്, ഇയർ ഓസിക്കിൾസ് അല്ലെങ്കിൽ അസ്ഥി ശൃംഖലയിലൂടെയാണ്. ഇയർ ഓസിക്കിൾസിലുള്ള 3 ബോൺസ് ആണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് ഇല്ലേ. അതിങ്ങനെ മൂന്നും അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. അപ്പൊ ഈ സ്റ്റേപ്പിസിനോട് ചേർന്നാണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, കോക്ലിയ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് സ്റ്റേപ്പിസിൽ നിന്ന് എവിടോട്ടായിരിക്കും കിടക്കുന്നത്, കോക്ലിയയിലേക്കാണ് ഇല്ലേ. അപ്പൊ ഈ കോക്ലിയയുടെ തുടക്കത്തിലുള്ള രണ്ട് മെംബ്രെയിൻസ് ആണ് ഏതൊക്കെ, ഓവൽ വിൻഡോ ആൻഡ് റൗണ്ട് വിൻഡോ. അപ്പൊ ഈ സ്റ്റേപ്പിസിലൂടെ വരുന്ന വൈബ്രേഷൻസ് എതുവഴിയാണ് കോക്ലിയയിലേക്ക് പ്രവേശിക്കുന്നത്, ഓവൽ വിൻഡോയിലൂടെയാണ് കോക്ലിയയിലേക്ക് പ്രവേശിക്കുന്നത്. ഓവൽ വിൻഡോ എന്ന് പറയുന്നത് ടിംബാനം പോലെയുള്ള ഒരു മെംബ്രെയിൻ ആണ്. വൈബ്രേഷൻസ് ഇതുവഴി കടന്നു പോകുന്നു, ഈ ഓവൽ വിൻഡോയിലൂടെയാണ് എവിടേക്ക് പോകുന്നത്, കോക്ലിയയ്ക്കുള്ളിലേക്ക് പോകുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഓവൽ വിൻഡോ എന്ന് പറയുന്നത് അപ്പർ ചേംബറിന്റെ തുടക്കത്തിൽ കാണപ്പെടുന്ന മെംബ്രെയിൻ ആണ്. ഇനി ഇത് കൂടാതെയുള്ള മറ്റൊരു മെംബ്രെയിൻ ആണ് ഏതെന്ന് പറയുന്നത് റൗണ്ട് വിൻഡോ. ഇതും വൈബ്രേഷൻസ് ഒക്കെ കടന്നു പോകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതായത് ഹിയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് സഹായിക്കുന്ന ഒരു പാർട്ടാണ് ഏതും, റൗണ്ട് വിൻഡോയും. ഇനി വൈബ്രേഷൻസ് കടന്നു പോകുന്ന ഇതുവഴിയാണ്, ഓവൽ വിൻഡോയിലൂടെയാണ് കോക്ലിയയ്ക്കുള്ളിലേക്ക് എത്തുന്നത്. അപ്പൊ എന്തൊക്കെയാണ് കോക്ലിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാർട്സ്, കോക്ലിയയ്ക്ക് 3 ചേംബേഴ്സ്, 3 അറകളുണ്ട്, അപ്പർ ചേംബർ, മിഡിൽ ചേംബർ ആൻഡ് ലോവർ ചേംബർ. മിഡിൽ ചേംബറിനെയും ലോവർ ചേംബറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന മെംബ്രെയിൻ, അതിനെ വിളിക്കുന്ന പേര് ബേസിലാർ മെംബ്രെയിൻ. അതിനകത്തിലുള്ള ഒരു പാർട്ടാണ് ഓർഗൻ ഓഫ് കോർട്ടി. അവിടെയാണ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആയ ഹെയർ സെൽസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഹെയർ സെൽസ് ആണ് സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുകയും ഇമ്പൾസസ് രൂപപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇനി ഈ കോക്ലിയയുടെ തുടക്കത്തിൽ രണ്ട് മെംബ്രെയിൻസ് ഉണ്ട്, ഓവൽ വിൻഡോ ആൻഡ് റൗണ്ട് വിൻഡോ. ഇതിനകത്തിലെ സ്റ്റേപ്പിസുമായിട്ട് ചേർന്ന് കാണപ്പെടുന്ന അപ്പർ ചേംബറിന്റെ തുടക്കത്തിലുള്ള മെംബ്രെയിൻ ആണ് ഓവൽ വിൻഡോ. വൈബ്രേഷൻസ് കോക്ലിയയ്ക്കുള്ളിലേക്ക് എത്തുന്നത് ഏതിലൂടെയാണ്, ഓവൽ വിൻഡോയിലൂടെയാണ്. അതുപോലെ തന്നെ ഹിയറിംഗിന് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു മെംബ്രെയിൻ ആണ് ഏത്, റൗണ്ട് വിൻഡോ. അപ്പൊ ഇത്രയുമാണ് കോക്ലിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാർട്സ്. ഇനി നമ്മൾ പറഞ്ഞു ഇയറിന് 2 ഫംഗ്ഷൻസ് ആണുള്ളത്, ഒന്ന് ഹിയറിംഗ്, അടുത്തത് ബോഡി ബാലൻസിങ് ഇല്ലേ. ഇതിനകത്തിലെ ഹിയറിംഗ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മളുടെ കേൾവിക്ക് എങ്ങനെയാണ് നമ്മളുടെ ചെവികൾ സഹായിക്കുന്നത്. അപ്പൊ സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് കടന്നു പോകുന്ന ഇതുവഴിയായിരുന്നു, പിന്നയിലൂടെയാണ് ഇല്ലേ. അപ്പൊ ചെവിക്കുട വഴി ഓഡിറ്ററി കനാൽ അല്ലെങ്കിൽ കർണനാളത്തിലൂടെ സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങൾ കടന്നു പോകുന്നു. ഇതെന്ന് പറയുന്നത് എവിടേക്ക് എത്തുന്നു, ടിംബാനത്തിലേക്ക് എത്തുന്നു. ഈ ടിംബാനം എന്ത് ചെയ്യുന്നു, ഈ സൗണ്ട് വേവ്സിനനുസരിച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ടിംബാനം അല്ലെങ്കിൽ ഇയർ ഡ്രം എന്ന് പറയുന്നത് കമ്പനം ചെയ്യുന്നു ഇല്ലേ. അതായത് പുറത്തു നിന്നും പിന്നയിലൂടെ ഓഡിറ്ററി കനാലിലൂടെ വരുന്ന സൗണ്ട് വേവ്സിനനുസരിച്ചിട്ട് ടിംബാനം അല്ലെങ്കിൽ കർണപടം വൈബ്രേറ്റ് ചെയ്യുന്നു, കമ്പനം ചെയ്യുന്നു. ഈ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് എവിടേക്ക് എത്തുന്നു, ഇയർ ഓസിക്കിൾസിലേക്ക് എത്തുന്നു. അപ്പൊ ഈ ഇയർ ഓസിക്കിൾസിലുള്ള ബോൺസ് എന്ത് ചെയ്യുന്നു, വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പം കൂടുതൽ വൈബ്രേഷൻസ് ഉണ്ടാകുന്നു അല്ലെ. ഈ വൈബ്രേഷൻസ് ഇയർ ഓസിക്കിൾസ് വഴി എവിടേക്ക്, ഓവൽ വിൻഡോയിലൂടെ കോക്ലിയയ്ക്കുള്ളിലേക്ക് എത്തുന്നു. അപ്പൊ ഈ കോക്ലിയയിലാണ് ഇപ്പൊ എന്തോ ഉള്ളത്, വൈബ്രേഷൻസ് ഉള്ളത് ഇല്ലേ. അതായത് ഈ ഇയർ ഓസിക്കിൾസ്, അതായത് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസിലൂടെ കടന്നു വരുന്ന വൈബ്രേഷൻസ് ഓവൽ വിൻഡോയിലൂടെ കടന്ന് എവിടേക്ക് എത്തുന്നു, കോക്ലിയയിലേക്ക് എത്തുന്നു. ഇനി ഈ കോക്ലിയയിൽ എന്തോ ഉണ്ട്, ഓർഗൻ ഓഫ് കോർട്ടി ഇല്ലേ. അതായത് ബേസിലാർ മെംബ്രെയിനില് ഓർഗൻ ഓഫ് കോർട്ടി ഉണ്ട്, അവിടെ ഹെയർ സെൽസ് ഉണ്ട്. അപ്പം ഈ സെൻസറി ഹെയർ സെൽസ് അല്ലെങ്കിൽ ഓഡിറ്ററി റിസപ്റ്റേഴ്സ്, ശബ്ദഗ്രാഹികൾ ഇല്ലേ, ഹെയർ സെൽസ് ആണ് അവിടുത്തെ ശബ്ദഗ്രാഹികൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് ഈ കോക്ലിയയിലേക്ക് എത്തുന്ന സൗണ്ട് വേവ്സ് ബേസിലാർ മെംബ്രെയിനിലുള്ള ഓർഗൻ ഓഫ് കോർട്ടിയിലെ ഹെയർ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഉദ്ദീപിപ്പിക്കുന്നു. അതിന്റെ ഫലമായിട്ട് ഇമ്പൾസസ് ജനറേറ്റഡ്, അതായത് ഇമ്പൾസസ്, ആവേഗങ്ങൾ, സന്ദേശങ്ങൾ രൂപപ്പെടുന്നു. ഈ ഇമ്പൾസസ് അല്ലെങ്കിൽ ദീസ് ഇമ്പൾസസ് റീച്ചസ് ബ്രെയിൻ ത്രൂ ഓഡിറ്ററി നെർവ്. ശ്രവണ നാഡി അല്ലെങ്കിൽ ഓഡിറ്ററി നെർവ് വഴി ഈ ഇമ്പൾസസ് ബ്രെയിനിലേക്ക് എത്തുകയും നമുക്ക് കേൾവി എന്ന അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കേ, സൗണ്ട് വേവ്സ് എങ്ങനെയാണ് പാസ് ചെയ്തത്, പിന്നെ ഓഡിറ്ററി കനാൽ അല്ലെ, അതായത് ചെവിക്കുട, കർണനാളം, ദെൻ ടിംബാനത്തിൽ തട്ടുമ്പോഴത്തേക്ക് എന്തോ ഉണ്ടാകുന്നു, വൈബ്രേഷൻസ് അല്ലെങ്കിൽ കമ്പനം ഉണ്ടാകുന്നു. ഈ വൈബ്രേഷൻസ് ഇയർ ഓസിക്കിൾസ്, അസ്ഥി ശൃംഖല വഴി കടന്നു പോകുന്നു. അതുവഴി അത് എവിടേക്ക്, ഓവൽ വിൻഡോയിലൂടെ കോക്ലിയയിലേക്ക് എത്തുന്നു. കോക്ലിയയിലെ ബേസിലാർ മെംബ്രെയിനിലുള്ള ഓർഗൻ ഓഫ് കോർട്ടിയിലെ സെൻസറി ഹെയർ സെൽസ് അല്ലെങ്കിൽ അവിടെയുള്ള ശബ്ദഗ്രാഹികൾ സ്റ്റിമുലേറ്റഡ് ആകുന്നു, ഉദ്ദീപിപ്പിക്കപ്പെടുന്നു. അതിന്റെ ഫലമായിട്ട് ഇമ്പൾസസ്, ആവേഗങ്ങൾ രൂപപ്പെടുന്നു. ഈ ഇമ്പൾസസ് ഓഡിറ്ററി നെർവ്, ശ്രവണ നാഡി വഴി
ബ്രെയിനിലേക്ക് എത്തുകയും ഹിയറിംഗ് എന്ന എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ ഹിയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓർഗൻസിന്റെ ഒരു ഫ്ലോ ചാർട്ട് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? അതായത് സൗണ്ട് വേവ്സ് ഏതുവഴിയൊക്കെയാണ് പോകുന്നത്? പിന്നെ ഓഡിറ്ററി കനാൽ, ടിംബാനം, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഇല്ലേ, ഹിയർ ഓസിക്കിളിന്റെ 3 പാർട്സ് എന്ന് പറയുന്നത് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. അപ്പൊ ടിംബാനം, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഓവൽ വിൻഡോ, അല്ലെ, കോക്ലിയ, ദെൻ കോക്ലിയയിലുള്ള ബേസിലാർ മെമ്പറൈൻ, ഓർഗൻ ഓഫ് കോർട്ടി, ദെൻ ഹെയർ സെൽസ് സ്റ്റിമുലേറ്റഡ് ആവും, അല്ലെ, ഇമ്പൾസസ് ആർ ജനറേറ്റഡ്. ദെൻ ഇമ്പൾസസ് ഏത് വഴി? ഓഡിറ്ററി നെർവ് വഴി എവിടേക്ക് പോകുന്നു? ബ്രെയിൻ. അപ്പൊ ഇവിടെ ഹിയറിംഗ് അല്ലെങ്കിൽ കേൾവിയിൽ പങ്കെടുത്ത ഓർഗൻസ് ഏതൊക്കെയാണ്? പിന്നെ ഓഡിറ്ററി കനാൽ, ടിംബാനം, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്, ഓവൽ വിൻഡോ, കോക്ലിയ, ബേസിലാർ മെമ്പറൈൻ, ഓർഗൻ ഓഫ് കോർട്ടി, ഇമ്പൾസസ് ഇൻ ദ ഓഡിറ്ററി നെർവ്, ബ്രെയിൻ. അതായത് ചെവിക്കുട, കർണനാളം, കർണപടം, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്, ഓവൽ വിൻഡോ, കോക്ലിയ, ബേസിലാർ സ്തരം, ഓർഗൻ ഓഫ് കോർട്ടി, ശ്രവണനാഡിയിലെ ആവേഗങ്ങൾ, മസ്തിഷ്കം. അപ്പൊ ഇത്രയും പാർട്സ് ആണ് കേൾവിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബോഡി ബാലൻസിങ് അല്ലെങ്കിൽ ശരീര തുലനനില പാലനത്തെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്